അപ്പോൾ മലയാളികൾ ഒരുപാട് കേട്ട ശബ്ദമാണ്. പ്രത്യേകിച്ച് ബിഗ് ബോസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഡോക്ടർ രേവതിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം പല എന്താണ് സർപ്രൈസുകളൊക്കെ പൊട്ടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത് ഒരു റിവ്യൂവർ എന്ന നിലയിൽ? ഒപ്പം ബിഗ് ബോസ് തന്നെ അംഗീകരിച്ച ആളാണ്. അപ്പോൾ എന്താ തോന്നുന്നത്? ജിൻഡോ വിന്നറായി എങ്ങനെ തോന്നുന്നു? ഒരു യുദ്ധം കഴിഞ്ഞ പോലത്തെ ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. കാര്യം അകത്തും പുറത്തും യുദ്ധമായിരുന്നല്ലോ. അകത്തുള്ള ആൾക്കാരൊന്നും അറിയുന്നില്ല. പക്ഷെ ഇത് രണ്ടും ഫേസ് ചെയ്ത ആളാണ് ഞാൻ. പുറത്തെ യുദ്ധമൊന്നും ഞാൻ നോക്കിയില്ല. കാര്യം ഇത് രണ്ടും കൂടി നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ഓഡിയൻസ്, നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. വിവാദങ്ങളും നല്ലത് തന്നെയാണ്, ഇതിനെ കൂട്ടും എന്തായിരുന്നാലും. അപ്പോ എന്തായിരുന്നാലും ആ ഒരു സംഭവം ഞാൻ പുറത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനേ പോയില്ല. കാര്യം എല്ലാം കൂടെ കൊളാവും. അപ്പൊ അതുകൊണ്ട് അകത്തെ എന്റർടൈൻമെന്റ് മാത്രം വെച്ചിട്ട് ആണ് ഞാൻ നിന്നത് ഈ പ്രാവശ്യത്തെ റിവ്യൂല്. ഈ ഫൈനലിസ്റ്റ് വന്നപ്പോ 5 പേര് വന്നല്ലോ. ഈ 5 പേരും ഫൈനലിൽ വരാൻ യോഗ്യതയുള്ളവരായിരുന്നോ? ഞാന് എന്റെ റിവ്യൂല് എപ്പോഴും പറഞ്ഞ കാര്യം, ടോപ്പ് 10 വന്നപ്പോ തന്നെ ഞാനൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു സത്യമായിട്ടും. ഞാൻ മാത്രമല്ല, പ്രേക്ഷകരൊക്കെ. കാര്യം എന്ന് പറഞ്ഞാല് പവർ റൂം കൺസെപ്റ്റ്, ആ ഒരു സംഭവം, പവർ റൂം സംഭവം കൊണ്ടുവന്ന് ഒരുപാട് പേര് സേഫായി അതിനകത്തിരുന്നു, കുറെ പേര് ഔട്ടായി പോയി. ഈ സീസണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ വാ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് എവിക്റ്റായി പോയ സീസണാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി ഇടയിൽ, ഇജക്ഷനായി റോക്കിയുടെ കാര്യമൊക്കെ. അപ്പൊ അതെല്ലാം ഈ സീസണിനെ ബാധിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. ഒരാൾ ഔട്ടായി പോവും, ഓക്കെ കുഴപ്പമില്ല, കുറച്ച് പേര് ബാക്കിയുണ്ടല്ലോ, അടുത്ത ആൾ ഔട്ടാവും, ഇല്ല ഇനിയും ബാക്കിയുണ്ട് കുറച്ച് പേര്. ഇങ്ങനെ പറഞ്ഞ് എല്ലാരും പോയി. അവസാനം കുറച്ച് പേര് ബാക്കി ഉണ്ടായിരുന്നത് അവര് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാ, അത്ര അഭിപ്രായമില്ല. എന്നാൽ ഇതിന് കണ്ടന്റ് കൊടുക്കുന്ന 2 പേരുണ്ടായിരുന്നു, 2 മാസം കണ്ടന്റ് കൊടുത്തവർ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്ന കുറച്ച് പേര്, സേഫ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് വന്നത്. അപ്പൊ മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ ഈ ഔട്ടായി പോയവരും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു നിരാശയായിരുന്നു എനിക്ക്. കാരണം ഇവരെല്ലാം വന്നിരുന്നെങ്കിൽ എന്ത് രസമായേന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു വീഡിയോയില്. അവസാനം വരെ അവരുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നല്ലേ, വേറെ ലെവല. കാരണം കടുത്ത മത്സരം വരുമായിരുന്നു, കോമ്പറ്റീഷൻ വരുമായിരുന്നു. കണ്ടന്റ് എന്തായാലും ഉണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ തന്നെ കോമ്പറ്റീഷൻ വരുമായിരുന്നു. ഇതുപോലെയൊന്നും ആയിരിക്കില്ല, ഇതിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അതെ.